സോ യവ നബ്ദ. സോ ടുഡേ ഇനി പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസ് ആണ് അല്ലേ? അല നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കോമൺ പ്രിപ്പോസിഷൻ ആണ് എന്ത്? അല്ല, അല മീൻസ് എന്താണ്? ഓൺ. ഓൺ അല്ലേ? ഒരു എക്സാമ്പിൾ പറയുമോ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും? കുട്ടികൾക്കൊക്കെ എപ്പോഴും ബുക്കിലൊക്കെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ബുക്ക് ടേബിളിന്റെ മേലുണ്ട് അല്ലേ? ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. സോ കിതാബു അലൽ മക്തബ്. അലത്തോവില മക്തബ് ഓഫീസ് അല്ലേ? മക്തബ് ഡെസ്ക് എന്ന് പറയില്ലേ? അപ്പൊ ആ മക്തബ് പറയാറുണ്ട്, ആ ഒരു രീതിയിലൊക്കെ പറയാം. ഓക്കെ, ഓക്കെ. തോവില, അലത്തോവില. അല്ല തോവില എന്നാണ് നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ഓക്കെ. മക്തബ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് അൻ. അൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എബൌട്ട്. കുറിച്ച്, ഇതിനെ കുറിച്ച്. കുറിച്ച് അല്ലേ? ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? വിഷയം, ഒരു മാറ്റർ, ഒരു സബ്ജക്റ്റ്. മൗലൂർ. മൗലൂർ. ഏതാ? മൗലൂർ. മൻലു. മൗലൂർ. മൗദു. ക്ലിയർ ഇല്ല? എന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാൻ പറ്റണില്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ട്. മൗദു എന്ന് പറഞ്ഞാല് ഒരു മാറ്റർ. മീമു വാവാണ്. മൗലൂർ. മൗദു. ഓക്കെ. മാറ്റർ, ആ കാര്യത്തെ കുറിച്ച്. അൻ മൗലൂ അല്ലേ? ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാറുണ്ട്. സോ നഹ്നു എങ്ങനെ പറയും? നതകല്ലം അൻ ഹാദൽ മൗലൂ അല്ലേ? അൻ. നമുക്ക് എക്സാമ്പിൾസ് മോർ പോവാം, അപ്പം നമുക്കിങ്ങനെ പരിചയപ്പെടാം ഓരോ പ്രപ്പോസിഷൻസ്. നെക്സ്റ്റ് ഇല. ഇല എന്ന് പറയുമ്പോൾ ടു. ഇനി വ. ആൻഡ് കണക്ഷൻ ആയിട്ട് ഉപയോഗിക്കും അല്ലേ? കോഫി, വ ഷായ്. ബട്ട് എന്നുള്ളതിന് എന്താ പറയാ? പക്ഷേ ലാക്കിൻ. ഫ്രം. ഐ ആം ഫ്രം ഇന്ത്യ, മിൻ അല്ലേ? നെക്സ്റ്റ് ഫോർ. വേണ്ടി എന്നുള്ളതിന് നമ്മൾ ലീ എന്ന് ഉപയോഗിക്കും. ഓക്കെ. ഹാദാലക്, ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ? അപ്പൊ ആ ലീ ആണ്. ലാ എന്നുള്ള അത് ലീ ആയിട്ട് വരും. ലക്, ലിക്ക് എന്നൊക്കെ പറയും. പെണ്ണിനോടാണെങ്കിൽ ലിക്ക്. ഹാദാ ലീ, ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ലീ എന്നുള്ളതിന് നമ്മൾ കണക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലീ. ഫോർ എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്, ടു എന്നുള്ള അർത്ഥവും വരുന്നുണ്ട്. എക്സാമ്പിൾ ആകുമ്പോൾ മോറെ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ബി. ബി എന്ന് പറഞ്ഞാൽ ബൈ, അത് കൊണ്ട് എഴുതി അല്ലേ? പേന കൊണ്ട് എഴുതി അല്ലെങ്കിൽ വിത്ത് എന്നുള്ള മീനിങ് ആണ് എന്ത്? ബി എന്ന് വരുന്നത്. ഓക്കെ. സോ ലീ ഉണ്ട്, ബി ഉണ്ട്. ഇനി ആശാൻ നമ്മൾ പഠിച്ചു അല്ലേ? അതുകൊണ്ട്, ബിക്കോസ് അല്ലെങ്കിൽ സോ ദാറ്റ്. ആശാൻ. ഇനി ഹെത്ത. ഹെത്ത മീൻസ് വരെ അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിച്ചു. അവിടേക്കാണ് നമ്മൾ ഹെത്ത യൂസ് ചെയ്യുക. ഓക്കെ. യൂസ് ചെയ്യാറുണ്ടോ? ആശാൻ നല്ലോണം സംസാരത്തിൽ യൂസ് ചെയ്യും. ബിക്കോസ് അതുകൊണ്ടുണ്ടല്ലോ ആശാൻ ഞാൻ വന്നില്ല ഒക്കെ എപ്പോഴും പറയും. നമ്മൾ പറയാറുണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് പറയില്ലേ, അതേപോലെ അവരും യൂസ് ചെയ്യും ആശാൻ. ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ, നല്ലോണം പറയും അവര്. ഇനി നമുക്ക് എക്സാമ്പിൾ പഠിക്കാം അല്ലെ? എക്സാമ്പിൾ വെച്ച്. സോഫി, ഐ ആം ഇൻ സ്കൂൾ. അനഫി മദ്രസ. അനഫി ഫിൽ മദ്രസ പറയണം കേട്ടോ. അനഫിൽ മദ്രസ. ഫി അൽ മദ്രസ എന്നാണ്. സോ ഫിൽ മദ്രസ. ഇനി ഫി മദ്രസ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടി അനഫിൽ മദ്രസ എന്നാ പറയാം. ഓക്കെ. സ്കൂളൊക്കെ നമ്മൾ ദ സ്കൂൾ തന്നെ പറയുള്ളൂ. ഓക്കെ, മദ്രസയെ പറയുള്ളൂ. നെക്സ്റ്റ്, ദ ബുക്ക് ഇസ് ഇൻ ദ ബാഗ്. الكتاب في الحقيبة. حقيبة. he is in the office. هو في المكتب. അപ്പൊ ഫി നമുക്കറിയാം ഓൾറെഡി. നെക്സ്റ്റ് അല, ഓൺ അല്ലേ? ഓൺ. the phone is on the bed. جوال على السرير. യെസ്, അഹ്സൻതി. നെക്സ്റ്റ് ആൻ നമ്മൾ പഠിച്ചു, ആൻ അല്ലേ? എബൌട്ട്. ഇനി ഐ ആസ്ക്ഡ് ഹിം എബൌട്ട് വർക്ക്. ഞാൻ അവരോട് ജോലിയെ കുറിച്ച് ചോദിച്ചു. നിങ്ങൾ പാസ്റ്റ് പഠിച്ചിട്ടില്ല അല്ലേ? അപ്പം നിങ്ങൾ ആദ്യം ഞാൻ ചോദിക്കാറുണ്ട് അല്ലേ? ഐ ആസ്ക് ഹിം, ഞാൻ ജോലിയെ കുറിച്ച് ചോദിക്കാറുണ്ട് എന്നുള്ള പ്രസന്റിലേക്ക് പറയാം നമുക്ക്. സോ പ്രസന്റിൽ എന്താ പറയാ? ഐ ആസ്ക് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ചോദ്യം, സവാൽ. സുആലാണ് ചോദ്യം. അപ്പം ചോദിക്കാറുണ്ട്. അപ്പൊ ഐ ആസ്ക് ആകുമ്പം ഐ ആസ്ക് എന്നാവുമ്പോ അന അസ്അൽ.
ഓക്കെ. أنا أسأل. അസ്അൽ ആരോട്? അവനോട്. ഇപ്പോൾ നമ്മൾ അറ്റാച്ച്ഡ് പ്രൊനൗണിൻ്റെ ഇത് ഇവിടെയും വരും. സോ ആ സഅലിൻ്റെ എൻഡിൽ ഹൂ എന്ന് ചേർത്തി കൊടുത്താൽ മതി. അന സഅൽ ഹൂ. അല്ലേ? أنا വേറൊരു രീതിയിൽ سألت. നമുക്ക് ചെയ്യാൻ കഴിയൂല അല്ലേ? അന അസ്അൽ ഹു, ഇത് പാസ്റ്റ്. അന അസ്അൽ ഹു, ഐ ആസ്ക് ഹിം. അല്ലേ? ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ അവനോട് ചോദിക്കാറുണ്ട്. അന അസ്അൽ ഹ, ഞാൻ അവളോട് ചോദിക്കാറുണ്ട്. സോ ഇവിടെ അന അസ്അൽ ഹു അബൌട്ട് വർക്ക്. عن شغل. ഇനി അബൌട്ട് ഹിസ് വർക്ക് ആകുമ്പോൾ عن شغله. അൻ ഷുഅലഹു. സോ അസ്അൽഹു അൻ ഷുഅലഹു. അല്ലേ? أسأله عن شغله. അപ്പൊ നമ്മൾ വേർബിന്റെ എൻഡിലും ഈ ഹൂ ചേർത്തു, അതുപോലെ തന്നെ നൗണിന്റെ എൻഡിലും ഹൂ ചേർത്ത്. അല്ലേ? സോ അന്നിന്റെ യൂസേജ് കുറച്ച് കൺഫ്യൂസിങ് ആണല്ലേ? ഏതാണ്? ഈ അന്ന് നമ്മളെ അലയിലെ വെക്കണ പോലെ വെക്കാൻ അല്ല, പറ്റില്ല. പറ്റൂല. അതിനെ കുറിച്ച് എന്നുള്ളിടത്ത് തന്നെ പറയാൻ പറ്റൂല. അത് അധികം വേർബിന്റെ കൂടെയാണ് വരാറ്. വേർബ് എന്നില്ല, ഇനിയിപ്പോ പ്രൊജക്റ്റിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് അതിന്റെ മുന്നേ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒക്കെ ആണെങ്കിൽ എങ്ങനെ എങ്ങനെ പറയാം? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. വി ഡിസ്കസ് അബൌട്ട് പ്രൊജക്ട്. അല്ല, ഡിസ്കസും പ്രൊജക്റ്റ് ഒന്നും എന്താണ്? നഹ്നു നുനാകിഷ്. ഏതാ? നുന നുനാകിഷ്. നാക്കിഷയാണ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നുന. നാക്കിഷയാണ് ഡിസ്കസ് ചെയ്യുക. സോ വി ഡിസ്കസ്. അപ്പൊ നമ്മളല്ലേ? ആ, അപ്പൊ വി എന്താവും? ഡിസ്കസ്. നഹ്നു നുനാകിഷ്. നഹ്ന നുനാക്കിഷ്. നുനാകിഷ് അല്ലെങ്കിൽ നിത്നാകിഷ് എന്നും പറയും, നുനാകിഷ് എന്നും പറഞ്ഞാൽ മതി. നുനാകിഷ് അല്ലെ? ഡിസ്കസ് ചെയ്യാറുണ്ട്. ആൻഡ് മഷ്റൂ, പ്രൊജക്റ്റ്. മഷ്റൂ ആണ് പ്രൊജക്റ്റ്. ഓക്കെ, മഷ്റൂ. സോ നമ്മൾ പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം, അവിടെയൊക്കെ നമ്മൾ നുനാകിഷ് എന്ന് തന്നെ പറയാം. ആ ആ ആ ഇനി നെക്സ്റ്റ് നോക്കൂ. ഹി ടോക്സ് അബൌട്ട് ഫുട്ബോൾ. അല്ലേ? നമ്മളെ മോന് ഫുട്ബോൾ നല്ല ഇഷ്ടമാണ്. സോ ഹി ടോക്സ് അബൌട്ട് ഫുട്ബോൾ എ ലോട്ട്. അല്ലെ? ഒരുപാട് ഫുട്ബോളിനെ കുറിച്ച് അവൻ സംസാരിക്കാറുണ്ട്. സോ ഹി ടോക്സ് يتكلم. അബൌട്ട് ഫുട്ബോൾ. يتكلم عن كرة ആ കസീർ. زيادة مرة. സിയാദ അല്ലെങ്കിൽ വായിദ് മറ. ഓക്കെ. സോ ഓക്കെ. നിങ്ങൾക്ക് ഈ ടെൻസ് ഒക്കെ ക്ലിയർ ആവട്ടോ. ഈ 2 മോഡ്യൂളും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ ടെൻസ് കൊണ്ടുള്ളൊരു കളിയാണ്. ഓക്കെ. സോ ഹുവയത്തിക്കെല്ലാം അൻകുറ കസീർ. അല്ലേ? ഇനി ഈ യത്തക്കെല്ലാം പറയുമ്പോ തന്നെ അതില് അവനാണ്. ഹീറ്റ് ആവശ്യമില്ല, ഉണ്ടല്ലോ. അപ്പൊ ആവശ്യമില്ല. ഹുവ ആക്കണോ? വേണ്ട, ആവശ്യമില്ല. ഒന്നിലും ഒരു വേർബ് പറയുമ്പോഴും നമ്മൾ പ്രൊനൗണ് സബ്ജക്റ്റ് പറയേണ്ട ആവശ്യമില്ല. കാരണം സബ്ജക്റ്റുകൾ ഫുള്ള് പ്രൊനൗൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ നുനാക്കിഷ് എന്ന് പറഞ്ഞു. നുനാക്കിഷ് എന്ന് തന്നെ അതില് പറഞ്ഞാൽ ഞാൻ മതി. ഉണ്ട്. നെഹനു പറയേണ്ട ആവശ്യമില്ല. സംസാരത്തിൽ അതൊന്നും പറയൂല. നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കായതുകൊണ്ട് നമ്മളിങ്ങനെ പറയാന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഓക്കെ. പെട്ടെന്ന് ശരിക്കും സൗദി ഡയലക്റ്റിൽ അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ പറയോ? അത് ജസ്റ്റ് ഇല്ലല്ല, ഇത് മാത്രം പറയൂല. ഒരു സബ്ജക്റ്റും പറയൂല. പറയൂല. ആന ചിലപ്പം നമുക്ക് മനസ്സിലാവും. പറയാറുണ്ട്. ആന ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് അവർ ആ പറയാറുണ്ട്. ആ ആ അല്ല, അനയും ഇൻതയും. ബാക്കിയുള്ളതൊന്നും പറയാറില്ല. ഓക്കെ. ഓക്കെ. നെക്സ്റ്റ്, ഐ വിൽ ടെൽ യു അബൌട്ട് ദ ടോപ്പിക്. അല്ലെ? ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഫ്യൂച്ചർ ആയില്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ സാവരും. അഖ്ബറക്ക് എന്നാണ് വന്നത്. അതായത് നിനക്ക് ഇൻഫോം ചെയ്ത് തരാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെ? നമ്മളിപ്പോ ഒരാളോട് ഓക്കെ. പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ കല്ലം ആ സംസാരമല്ലല്ലോ. ഇത് നമ്മൾ ഇൻഫോം ചെയ്ത് അതിനെ കുറിച്ച് ആ ഒരു നോളജ് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണല്ലോ പറയാ. ആ അപ്പൊ ആ ആ നമുക്കൊന്നും കൂടി അഖ്ബറക്ക് എന്ന് പറയാൻ നല്ലത്. അല്ലെ? അഖ്ബർ ദ സ എന്നുള്ള യൂസേജ് നിങ്ങൾക്ക് അറിയൂല. ഖബർ. ഖബർ അത് ന്യൂസ്. ഫ്യൂച്ചർ ആയതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ആ ഐ ടെൽ യു എന്നാണെങ്കിൽ അഖ്ബറക്. അല്ലേ? അഖ്ബർ പറഞ്ഞു തരാം ക്ക് നിന്നോട്. ആൻഡ് മൗലു വിഷയത്തെ പഠിച്ചിട്ടുണ്ട്. കുറിച്ച്. സ ഫ്യൂച്ചർ എന്ന് ടെൻസ് വന്നത് ആണ്. ഫ്യൂച്ചർ ആണ്. വിൽ എന്നതിന് നമ്മൾ സ അല്ലെങ്കിൽ ബ എന്ന് യൂസ് ചെയ്യും. അല്ലെ? വേർബ് പ്രസന്റ് ടെൻസിന്റെ അതേപോലെ ആയിരിക്കും. അതിന്റെ മുന്നേ സ അല്ലെങ്കിൽ ബ എന്ന് യൂസ് ചെയ്യും. അത് നമുക്ക് വരും. ഖബർ. ഖബർ ന്യൂസ് ന്യൂസ് അല്ലേ? ആണ്, അപ്പൊ വാർത്ത. അഖ്ബർ ഐ അഖ്ബർ. ഇൻഫോം. ഐ ഇൻഫോം. അല്ലേ? ഐ ഓക്കെ. ഇൻഫോം അഖ്ബർ. അഖ്ബറക് എന്ന് പറഞ്ഞാൽ നിനക്ക് ഐ ഇൻഫോം ഐ യു. ഇൻഫോം യു. നോക്കൂ. അപ്പൊ ഐ വിൽ ടെൽ യു ആണ് അഖ്ബറക്, അല്ലെങ്കിൽ ബ അഖ്ബറക് എന്നും പറയും. ഓക്കെ. അപ്പം ആ ഐ വിൽ ടെൽ യു എന്നുള്ള ആ 4 ഇംഗ്ലീഷിലുള്ള ആ വേർഡ്സ് ഒറ്റ വേർഡാണ് അറബിയിൽ. ഒറ്റ വേർഡ്. അങ്ങനെ തന്നെയാണ് അവർ സംസാരിക്കുകയും ചെയ്യുക. ഓക്കെ. അതൊന്നും വേറെ വരൂല. അപ്പൊ ഓക്കെ. ഇവിടെ ഇപ്പൊ ഐ വിൽ ഇൻഫോം യു. അബൌട്ട് ദിസ് മാറ്റർ എന്നായില്ല. ആൻ മൗലു, ആ വിഷയത്തെ കുറിച്ച്. ഇപ്പൊ മഷ്റൂഅ പ്രൊജക്റ്റ് ആണ്, മൗലു ആ മാറ്റർ ആണ്, ആ കാര്യമാണ്. ഓക്കെ.
ഇനി ഇതിലിപ്പോ ഈ ഒരു എക്സാമ്പിളിൽ മാത്രം നമ്മൾ ടെൻസ് വെച്ചിട്ട് പറഞ്ഞു. അതായത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ വരുന്നത് എന്താണെന്നും കൂടെ അറിയിക്കാനും കൂടിയാണ് അല്ലേ. അതുപോലെ തന്നെ ഇതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ പാസ്റ്റിലാണ്, ഞാൻ പറഞ്ഞില്ല അല്ലേ. അവൻ എവിടെയായിരുന്നു, ആസ്ഡ് ഹിം, ചോദിച്ചു എന്നാണ്. അപ്പം അന അസ്അൽ, ഞാൻ ചോദിക്കാറുണ്ട്. അന സഅൽത്ത്, നമ്മൾ പഠിച്ചു അല്ലേ, ഞാൻ ചോദിച്ചു. സഅൽത്താണ് എന്ത്, ഐ ആസ്ഡ്. എൻഡിലെത്ത് ചേർക്കുക, വേർബിന്റെ എൻഡിലെത്ത് ചേർക്കുമ്പോഴാണ് പാസ്റ്റ് ആവുക. സോ സഅൽതഹു, ഞാൻ അവനോട് ചോദിച്ചു. അസ്അൽഹു, ഞാൻ ചോദിക്കാറുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ, ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. എന്നാലും നിങ്ങൾക്കൊന്ന് അങ്ങനൊന്ന് അപ്പൊ അത് കണ്ടിന്യൂസ് ആയി, പ്രസന്റ് കണ്ടിന്യൂസ് ആയ അല്ല കണ്ടിന്യൂസ് അല്ല. ചോദിക്കാറുണ്ട്. അത് ചോദിക്കാറുണ്ട് എന്നാകുമ്പോ പ്രസന്റ് അല്ലേ. ഐ ആസ്ക് ഹിം അല്ലേ. ഓക്കെ. ഐ ആം ആസ്കിങ് എന്ന് വരുമ്പോഴല്ലേ പാസ്റ്റ് വരുമ്പോ വരുമ്പോ അല്ലെ, എൻഡിൽ സ്ഥലത്ത് താ അങ്ങനെ വരും. വരും. ഉം. പ്രസന്റ് ആണെങ്കിൽ ഫസ്റ്റ് ആ വരും. നമ്മൾ വരും പഠിച്ചു അന അഷൂഫ്, ഞാൻ കാണാറുണ്ട്. ഞാൻ കണ്ടു എന്നാണ് അന ഷിഫ്റ്റ് എന്നായി. അറൂഹ് അറൂഹ് അതൊക്കെ പോലെ പോകാറുണ്ട്. റഹ്ത്ത്, ഞാൻ പോയി. അതുപോലെ തന്നെ പോയി. അസ്അൽ, ഓക്കെ. സഅൽത്ത്. മനസ്സിലായോ. പിന്നെ ചെറിയ ചെറിയൊരു ഇതിൽ ചേഞ്ച് വരും. മീൻസ് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷനിൽ ഓരോ വേർബ്സിൽ മാറ്റം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസ് വരും. ഓക്കെ, അങ്ങനെ പ്രാക്ടീസിൽ നമ്മൾ പഠിക്കും. നെക്സ്റ്റ് ഓക്കെ. മീൻ. മീൻ മീൻസ് ഫ്രം അല്ലേ. ദാറ്റ് എക്സാമ്പിൾ വി നോ, ഐ ആം ഫ്രം സൗദി. أنا من السعود أنا أنا من من سعودية. السعودية. Okay. ഇനി this gift is for my friend. So this gift. ഗിഫ്റ്റിന് എന്താ പറയാ? هذا هدية. ഹദിയ. സോ അൽ ഹദിയ അല്ലെങ്കിൽ ഹാദിൽ ഹദിയ അല്ലെ, ഹദിയ എന്ന് പറഞ്ഞാൽ മതി. ഈസ് ഫ്രം മൈ ഫ്രണ്ട്. സോ من صديقي. സദീഖി. സോ അൽ ഹദിയ മിൻ സദീഖി അല്ലേ, ഇത് എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. ഇനി അപ്പോൾ നമ്മൾ മിന്നിൻ്റെ ഒരർത്ഥം പഠിച്ചു അല്ലേ. ഇനി മിന്നിന് വേറൊരു യൂസേജ് ഉണ്ട്. സിൻസ് അല്ലെങ്കിൽ ഫോർ അല്ലേ. ഞാൻ 2 വർഷമായിട്ട് ദുബായിലാണ്, നമ്മൾ പറയാറില്ലേ. ഞാൻ 10 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവിടെ നമ്മൾ മിന്നാണ് ഉപയോഗിക്കുക. സി അനഫി ദുബായ് മിൻ സനത്തേൻ അല്ലേ. ഐ ആം ഇൻ ദുബായ് ഫോർ 2 years. മനസ്സിലായോ. 2 വർഷമായിട്ട് അല്ലേ, 4 വർഷമായിട്ട് ഒക്കെ പറയുമ്പോൾ നമ്മൾ മിൻ എന്ന് യൂസ് ചെയ്യണം അല്ലേ. ഐ ആം ലേണിംഗ് അറബി ഫോർ 10 years. സോ എങ്ങനെ പറയും? أنا لا ലേൺ, അതഅല്ലം. അതക്കല്ലം أتعلم. സംസാരിക്കാണ്. أنا أتعلم اللغة العربية من 10 سنة. യെസ്, 10 സന അല്ലേ, 10 വർഷമായിട്ട് ഞാൻ എന്താണ്, അറബി പഠിക്കുകയാണ് അല്ലേ. ഇനി ഹി ഈസ് വർക്കിംഗ് ഇൻ ദ കമ്പനി, ഇൻ ദ സെയിം കമ്പനി ഫോർ 5 years. അങ്ങനെ هو പറയും. يشتغل ആ في في هذه لا في ശരിക്ക നഫ്സ് എന്നാ പറയാ, സെയിം എന്നതിന് നഫ്സ് എന്നുള്ള ഇത് نفس പറയും. നഫ്സ്, നമ്മൾ شركة നഫ്സ് نفس. ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സെൽഫ് എന്നുള്ള അതേപോലെ തന്നെ സെയിം എന്നത് നമ്മൾ എന്ത് പറയും, നഫ്സ് എന്ന് പറയും. ഓക്കെ. സോ ഹുവ أوكي. യശ്തഗൽ ഫി ശരിക നഫ്സ് എന്ന് 5 വർഷമായിട്ട് ഫോർ 5 years. من ആ من 5 سنة. മിൻ 5 സനവാത്ത് അല്ലെങ്കിൽ സിനീൻ. അത് നമ്മൾ 9 വരെ, 3 മുതൽ 9 വരെ നമ്മൾ പ്ലൂറൽ ആക്കിയിട്ട് പറയും. ഓക്കെ. أوه. ഓക്കെ. 10 മുതൽ പിന്നെ വീണ്ടും നമ്മൾ സെന എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അല്ലെങ്കിൽ സിന അല്ലെങ്കിൽ സെനവാത്ത് എന്ന് പറയാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നോട്ട് ചെയ്താൽ മതി. ഓക്കെ. ഓക്കെ. ഹംസ സെന എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. അപ്പൊ ഈ ഹത്ത അവിടെ യൂസ് ചെയ്യൂല അല്ലെ. ഹത്ത വരെ അണ്ടിൽ. എന്നുള്ളതല്ലേ, അണ്ടിലല്ലേ, ഫോറല്ലല്ലോ. ഹെത്തൊക്കെ നമുക്ക് വേറെ വരുന്നുണ്ട്. ഓക്കെ. ഇനി മിന്നിന് വേറെ സിൻസുള്ള മീനിങ്ങാ വരാ അല്ലെ, മിന്ന്. സിൻസ്. സിൻസ് അല്ലെങ്കിൽ ഫോർ. ആ സിൻസിന്റെ അതേ യൂസേജിൽ ഫോർ വരുമ്പോൾ അല്ലേ, വർഷമായിട്ട് ആ ഒരു രീതിയിൽ. ഇനി മിന്നിൻ്റെ അപ്പം ഒന്ന് നമ്മൾ ഫ്രം എന്നുള്ളത് പഠിച്ചു, സിൻസ് അല്ലെങ്കിൽ ഫോർ പഠിച്ചു. ഇനി ദാൻ എന്ന രീതിയിലുണ്ട്. ഓക്കെ. ഇതിനേക്കാളും അല്ലേ, നമ്മൾ കമ്പയർ ചെയ്യൂലേ, ഇത് ഇതിനേക്കാളും നല്ലതാണ് അല്ലേ. അവിടെ അക്ബർ അഹ്സൻ, എന്ന് അഹ്സൻ മിൻ ദാക്ക് അല്ലേ, അതിനേക്കാൾ ഇത് നല്ലതാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ, ദ പെൻ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ദാറ്റ്. സോ ദിസ് പെൻ ഹാദൽ ഗലം
എക്സ്പെൻസീവിന് നമ്മൾ അകല എന്ന് പറയും അല്ലേ, ആലി എന്ന് കേട്ടില്ലേ, കേട്ടിട്ടുണ്ട്. സോ ഈ പെന്ന് എക്സ്പെൻസീവ് ആണ്. സോ ഹാദൽ ഗലം അകല മിൻ അകല മിൻ ദാക്. ദാക്, അല്ലെങ്കിൽ മിൻ ദാന്ന് സംസാരത്തിൽ ഇതാന്ന് പറഞ്ഞാൽ മതി. സോ ഉം. അതിനേക്കാളും. ഇനി ദ കാർ ഇസ് ഫാസ്റ്റർ ദാൻ ബസ്. സിയാറത്തു സരി അസ്റാൻ, അസ്രി. അസ്റാൻ ഫാസ്റ്റർ അല്ലേ. ഈ വിശേഷണങ്ങളിലൊക്കെ ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് ഇതൊക്കെ വരുമ്പോൾ അറബിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരും. ഓക്കെ, അപ്പം അസ്റാൻ എന്ന് പറയും. ശരിയാണ്, നമ്മൾക്ക് ഫാസ്റ്റ് അല്ലേ, വേഗം വാസ്, താൽബിസുറ അല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ശരിയാണ്, ഫാസ്റ്റ്. നമ്മൾ ഹൈവേക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്, തരീഖ് ശരിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓർമ്മയുണ്ടോ, ഫാസ്റ്റ് ആയിട്ട് പോകണം. പക്ഷെ ഇവിടെ ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ അസ്റാൻ, അക്സർ അല്ലെ, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന പോലെ, അതെ. അതുപോലെ. സോ എന്താണ്, ബസ്സിന് ബസ് തന്നെ പറയാ, ബസ് എന്ന് പറയാം, ഹാഫില എന്ന് പറയും. ഇപ്പൊ അവരൊക്കെ ബസ് ഹാഫില. ബാസ് എന്ന് തന്നെ പറയാം. ബാസ് എന്ന് പറയുമ്പോൾ ഒന്ന് നീട്ടും. ഓക്കെ, സോ അസ്സയ്യാറ അസ്റാ മിനൽ ബാസ് അല്ലേ. സോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, മൂന്നർത്ഥങ്ങള്. ഏതാണ്, ഏത് മിൻ, പ്രൊപ്പോസിഷനിലാണ്? മിൻ, മിൻ, ഫ്രം, സിൻസ്, ഫോർ. പിന്നെ ദാൻ കമ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ, അതിന് ദാൻ മുന്നേ എന്നത് യൂസ് ചെയ്യും. എന്നെക്കാളും, അതിനേക്കാളും എന്നുള്ള രീതിയിൽ. ഈ നോക്കൂ, ഐ ആം ടോളർ ദാൻ യു അല്ലേ. സോ അന അന അത്വൽ അതവൽ മിന്നക്ക് അല്ലേ, മിൻ. മിൻ പ്ലസ് ക്ക്, നിന്നെക്കാളും. സോ മിന്നക്ക് ആ യൂസേജ് പഠിക്കണം, അതൊരു കുറേ സ്ഥലത്ത് വരാനുള്ളതാണ് അല്ലേ. അന അതവൽ മിന്നക്ക് ദാൻ യു, നിന്നെക്കാളും എന്നതിന് നമ്മൾ മിന്നക്ക് എന്നാ പറയാ, മിന്നി. ഓക്കെ, യു ആർ ഷോർട്ടർ ദാൻ മീ എങ്ങനെ പറയും, انتي انتي أسعر مني. صغيرة لا أسعر അസാർ shorter. എന്നാണ് വരിക. ഒന്നും കൂടി ഒന്ന് നോക്കൂ, ഒന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കൂ. yes അക്സർ, അക്സർ أكثر അല്ലേ, أكثر അക്സർ അല്ലേ. അപ്പം ഇന്ത അക്സർ മിന്നി അല്ലേ, പെണ്ണിനോടാണെങ്കിൽ ഇന്തി അക്സർ മിന്നി. സോ അക്സർ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുക. സോ അതവലും അക്സറും. ഓക്കെ, സോ മിന്നക്ക് പറയുമ്പോൾ ദാൻ യു, മിന്നി എന്നുള്ളത് ദാൻ മീ, നിന്നെക്കാളും എന്നെക്കാളും എന്നൊക്കെ പറയണമെങ്കിൽ ഈ മിന്നക്കും മിന്നിയും കിട്ടില്ല, നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റൂല. അവിടെ ഇൻതയും മനത്തെയും ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ദാൻ യു, ഇപ്പൊ മിന്നക്ക് മിന്നി എന്നുള്ള രീതിയിൽ തന്നെ വരണം. അപ്പൊ നമ്മൾ നോക്കുക, ദാൻ എന്നുള്ളതിന്റെ അറബി എന്താ നോക്കുമ്പോ മിന്ന് നമുക്ക് പെട്ടെന്ന് വരൂല, ഫ്രം ആണ് നമുക്ക് എപ്പോഴും വരിക. പക്ഷെ അപ്പൊ ഇത് അങ്ങനെ തന്നെ പഠിക്കുക, ഒരു ഫ്രേസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. മിന്നക്ക് സിൻസ് ഉപയോഗിക്കണത് ഇപ്പോഴാണ്, ദാന് പിന്നെയും കേട്ടിട്ടുണ്ട്. ആ സിൻസിന്റെ അതുമാതിരി ഫോർ പറയുമ്പോ എങ്ങനെയാ മിന്ന് വരാ, ഏത് ഫോറ്, ഇപ്പൊ നമുക്ക് ആ നാല് ഫോറല്ല, വേണ്ടി എന്നുള്ള ഫോറല്ല, സിൻസ് എന്നുള്ള അതേ മീനിങ് ഫോറിന് വരുന്നുണ്ടല്ലോ. ഐ ആം സ്റ്റഡിങ് ഫോർ 2 hours എന്നൊക്കെ പറയില്ലേ, ഓക്കെ ഞാൻ ഓക്കെ അങ്ങനെ 2 മണിക്കൂറായി പഠിക്കുന്നു ഐ അല്ലേ. ആം ഇൻ സിൻസ് ദുബായ് ഫോർ ആകുമ്പോൾ 2 years അങ്ങനെ. സിൻസ് പിന്നെ ഐ ആം ഇൻ ദുബായ് ഫോർ 2 years, അതേ മീനിങ്ങിൽ ഫോർ വരുമ്പം. മറ്റത് വേണ്ടി എന്നുള്ള ഫോർ നമ്മൾ ലീ പഠിച്ചു, ലീ ആണ് പഠിച്ചത്. ഓക്കെ, പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. വേണ്ടി എന്നുള്ളതാകുമ്പോ അത് വേറെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മറ്റേ ഫോറാണ്, സിൻസിന്റെ ഫോറ്. ഓക്കെ, ഓക്കെ. ഇനി ഇല നമുക്കറിയാം അല്ലേ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഇപ്പൊ മുതൽ പറയുമ്പോ എങ്ങനെ വരാ, ഐ മീൻ ഫ്രം, ഇപ്പൊ ഒരു അത് നമ്മൾ 6 മണി മുതൽ പഠിക്കുന്നുണ്ട്. അവിടെ ഉണ്ട്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫ്രം മുതൽ വരെ എന്നുള്ളത് 6 മണി മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മൾ പറയുന്നുണ്ട്, അങ്ങോട്ട് ഇന്നലെ പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ട് എനിക്ക് പറയാൻ കിട്ടിയില്ല. മിൻ, ഞാന് മിൻ മുതൽ ഹെത്ത എന്നാ പറയാ, മിൻ അല്ലേ. അന അഷ്തഗിൽ മിൻ സാ, എപ്പോഴാണ് 8 ഹത്തൽ സാ 5. ഓക്കെ, മിൻ ഫ്രം മുതൽ ഹെത്ത ഫ്രം വരെ. 6. ഓക്കെ, മിൻ വെച്ച് പറയും. അല്ലെങ്കിൽ ഫി എന്ന് പറഞ്ഞിട്ട് ഇല എന്ന് പറയാം. ഓക്കെ, ഫി സുബഹ് ഇലൽ മസാ. അപ്പം ഫി ഇല എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിൻ ഹെത്ത എന്ന് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ആ യൂസേജ് ഇട്ട് ഇപ്പൊ വരും. ഇനി ഇല ടു അല്ലെ, ഐ ആം ഗോയിങ് ടു സ്കൂൾ. അന അറൂഹ് ഇലൽ മദ്രസ. ഇനി നോക്കൂ, ചില വേർബ്സിന് ING ഫോം ഉള്ളതിന് അറബിയിലും
ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർബിൽ ചേഞ്ച് വരും. അപ്പോൾ റൂഹ് എന്ന് പറയുമ്പോൾ ഐ ഗോ എന്നാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് റായിഹ് എന്ന് യൂസ് ചെയ്യാം. റായിഹ്. ആ റൂഹ് എന്ന് തന്നെ ഗോയിങ് എന്നതിൻ്റെ കറക്റ്റ് അറബി റായിഹ് എന്നാണ്. റായിഹ്. ഓക്കെ, റായിഹ് ഗോയിങ്. അതുപോലെ തന്നെ ഐ ആം കമ്മിങ്, അന ജായി എന്ന് പറയും. അന ജായി. ഓക്കെ. ഒക്കെ ചില വേർബ്സിനാണ് അതുള്ളത്. ഇപ്പം ഡെലിവറി പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്ത്, അന ജായി അൽഹീൻ, ഞാനിപ്പം വരാം. ഐ ആം കമ്മിങ് നൗ. കമ്മിങ്. ഓക്കെ ഓക്കെ. അന അജി അൽഹീൻ എന്ന് പറയുന്ന, ഐ കം നൗ എന്ന് പറയുന്നേക്കാൾ നല്ലത് ഞാൻ വരുന്നുണ്ട് എന്നല്ല പറയാം. അന ജായി എന്ന് പറയാം. അന ജായി. ഇപ്പം ഫോൺ വിളിക്കുക, നിങ്ങൾ എവിടെ എത്തി, അപ്പം നമ്മൾ പറയുന്നത് ഐ ആം കമ്മിങ് അന ജായി എന്നാണ് അവിടെ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റായ്, റായ്, ഗോയിങ്, ING വേർബിനൊന്ന് നീട്ടും നമ്മൾ. അത് എല്ലാ വേർബിനും ആ ഫോമില്ല, ചില വേർബ്സിനൊക്കെ ഉള്ളൂ. അല്ലെങ്കിലൊക്കെ പ്രസന്റിൽ തന്നെ പറയാ, ബേസ് ആയിട്ട് തന്നെ പറയാ. ഓക്കെ, ചിലതിന് നമുക്ക് ING ഫോമിലുള്ള ചെറിയ ചേഞ്ചസ് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ സംസാരത്തിലും പ്രാക്ടീസിലും മനസ്സിലാവുള്ളൂ. സോ അന ജായി എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നുണ്ട്, അന റായഹ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവാണ് എന്നുള്ള രീതിയിൽ. ഗോയിങ്, പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കറക്റ്റ് അറബിയിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ റായഹ് ജായി എന്ന് പറയും. ഓക്കെ. ഇനി ഷീ വെന്റ് ടു ദ മാർക്കറ്റ്, അവൾ മാർക്കറ്റിലേക്ക് പോയി. പാസ്റ്റ് ആണ് അല്ലേ. ഐ ഗോ എന്നാണെങ്കിൽ, ഷീ ഗോസ് ആണെങ്കിൽ തെറൂഹാണ് അല്ലേ. വെന്റ് ആകുമ്പോൾ റാഹത്ത് എന്ന് പറയാം. റാഹത്ത്. ഷീ ആയതുകൊണ്ട് ആ ചേഞ്ച് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം, അതിപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. അനയാകുമ്പം റൊഹത്താണ് അല്ലേ. അന റൊഹ്ത. ഹി ആകുമ്പം റാഹത്താണ്. അതൊക്കെ നിങ്ങൾ കറക്റ്റ് പഠിക്കും കേട്ടോ, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇത് വന്നു എന്താ ആണെങ്കിലോ, ഹി ആണെങ്കിൽ റാഹ, ഹുവ റാഹ. റാഹ് എന്ന് പറയും സംസാരത്തിൽ. റാഹ്, റാഹിലൽ മക്തബ് എന്ന് പറഞ്ഞാൽ അവൻ മാർക്കറ്റിലേക്ക് പോയി എന്നാണ് അർത്ഥം. ഓക്കെ, എല്ലാം പഠിക്കൂട്ടോ. നമുക്ക് 8 പ്രൊനൗൺസിന്റെ കൂടെയും എന്താ ചേഞ്ചസ് വരാൻ നിങ്ങൾ ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കും. ഒരു 3 ക്ലാസ്സും കൂടെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അത് ഓരോന്നിനും മാറും. ഓക്കെ, ഇനി വ എന്ന് പറഞ്ഞാൽ ആൻഡ് അല്ലേ. സോ ഐ ലൈക്ക് ആപ്പിൾസ് ആൻഡ് ബനാനാസ്. أنا أحب التفاح وموز. Okay, I like tea and coffee. أحب قهوة وشاي. Yes, he has a brother and sister. He has. അവനുണ്ട്. عندك. ഇന്തൊക്കെ ആവുമ്പം യു ഹാവ് അല്ലേ. ഓക്കെ. عنده എന്താണ്, ബ്രദർ ആൻഡ് സിസ്റ്റർ. أخ وأخت. أخ وأخت. Next, lakin means but. I want to go. But I don't have time. أبغى أروح. But I don't have time. لكن ما في وقتنا. ما عندي وقت. അപ്പൊ അവിടൊക്കെ മാഫി വക്ത് പിള്ളേരെക്കളൊക്കെ ഉഷാറായി പറയണ മാഫി വക്ത്. മാഫി വക്ത് പറയരുത്, സമയമില്ല എന്ന് പറയരുത്. എനിക്ക് സമയമില്ല എന്നുള്ളതിന് മാഇന്ദി വക്ത്. ഹാവിന്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പം അബറ അറോഹ് അല്ലേ. ഒഹിബ് അറോഹ്, എനിക്ക് പോകാൻ താല്പര്യമുണ്ട്, എനിക്ക് പോവണം, പക്ഷെ മാഇന്ദി വക്ത്, ഇപ്പൊ എനിക്ക് സമയമില്ല അല്ലേ. ഇനി ഐ വാണ്ട് ടു ഗോ ബട്ട് ഐ ആം ടയേർഡ്. أنا أبغى أروح لكن أنا تعبانة. ഓക്കെ, നെക്സ്റ്റ്. ഇത് പാസ്റ്റ് ആണ് വരുന്നത്. എന്നാലൊന്ന് പറഞ്ഞു വെക്കാം നമുക്ക്. ഹി കോൾഡ് മീ അല്ലേ. ഹി കോൾഡ് മീ അല്ലേ. അപ്പം കോൾഡ് അവൻ വിളിച്ചു എന്നതിന് ഇത്തസൽ എന്ന് പറയാം. ഇത്തസൽ. ഓക്കെ, അപ്പം ഹുവ ഇത്തസൽ അലയ്യ. ഇത്തസലിന്റെ കൂടെ അലയ്യ എന്നാ യൂസ് ചെയ്യാം അല്ലേ. ജീബ് ലീ, ബ്രിങ് മീ എന്നുള്ളത് നമ്മൾ ജീബ് ലീ ആണ് യൂസ് ചെയ്യുക. ജീബിന്റെ കൂടെ ലീ ആണ് യൂസ് ചെയ്യുക. ഇത്തസലിന്റെ കൂടെ അലയ്യ ആണ് യൂസ് ചെയ്യുക. എന്നെ എന്നതിന്റെ അർത്ഥമാണ് അലയ്യ എന്ന് വരുന്നത്. ഓക്കെ, ഒക്കെ മനസ്സിലാവും കുറച്ച് കഴിയും. പക്ഷെ ഇപ്പൊ ഒന്ന് കേട്ടാ മതി നിങ്ങള്. സോ ഹുവ ഇത്തസൽ അലയ്യ, അവൻ എന്നെ വിളിച്ചു. ലാക്കിൻ റദ്ദൈത്, പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തില്ല. റദ്ദാണ് എന്ത്, റിപ്ലൈ. ഓക്കെ, അറുദ് ഐ റിപ്ലൈ, പാസ്റ്റ് ആകുമ്പോൾ റദ്ദൈത്ത് എന്ന് വരും.
കൊടുത്തില്ല പാസ്റ്റ്. സോ ഹുവ ഇത്തസൽ അലയ്യ ലാക്കിൻ മാ റദ്ദൈത്. അത് ഇതേപോലെയാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, പിന്നീട് നിങ്ങൾ ഇത് ഉഷാറായിട്ട് പറയും അല്ലേ. ഇനി ഞാൻ വിളിച്ചു, അവൻ വിളിച്ചു, അവർ വിളിച്ചു എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഈ പാസ്റ്റാണ്. അലയ്യ വരുന്നത് ഇത്തസലിന്റെ കൂടെ മാത്ര? ഇത്തസലിന്റെ കൂടെ ഉണ്ട്, റുദ്ദിന്റെ കൂടെയും അല്ലേ. അവൾ എനിക്ക് റിപ്ലൈ തന്നില്ല. സോ നമ്മൾ എന്ത് പറയും? ഹിയ മാ റദ്ദൈത് അലയ്യ എന്നാ പറയാ. അപ്പോഴും അലയ്യ യൂസ് ചെയ്യുക. ഓക്കെ, ഓക്കെ. ചില വേർബ്സിന്റെ കൂടെ അതിങ്ങനെ എക്സാമ്പിളിൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ചിലയിടത്ത് മിന്നി എന്ന് യൂസ് ചെയ്യും, മിന്നി. ചിലയിടത്ത് ലീ എന്ന് യൂസ് ചെയ്യും, ചിലയിടത്ത് അലയ്യ എന്ന് യൂസ് ചെയ്യും. വേർബിൻ്റെ അത് ഓരോ വേർബിൻ്റെ ടോണിനനുസരിച്ചാണ് തോന്നുന്നത് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചത്. അത് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ കിട്ടുള്ളൂ, അല്ലാതെ അതിന് നമുക്കൊരു ഇതൊന്നുമില്ല. ഒരു ഗ്രാമർ പഠിക്കുന്ന പോലെ ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേൺ എന്ന് പറഞ്ഞ് പഠിക്കാനൊന്നും കഴിയില്ല. അത് പ്രാക്ടീസിൽ തന്നെ പഠിക്കുള്ളൂ. ഇപ്പൊ ജിബിലി നിങ്ങൾ പഠിച്ചില്ലേ? ജിബിലി മോയ, ബ്രിങ് മീ ജിബിലി വാട്ടർ. അതേ പഠിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലേ? ജീബ്. ആ ബ്രിങ് മീ വാട്ടർ. ബ്രിങ് അത് ഇപ്പൊ വേർബ് തുടങ്ങാത്തോണ്ടാണ്. വേർബ് തുടങ്ങിയാൽ കിട്ടും. ജീബ് എന്ന് പറഞ്ഞാൽ ബ്രിങ്, കൊണ്ടുപോവാ. ഓക്കെ, ജിബിലി മോയ, നമുക്ക് വെള്ളം ആ കൊണ്ടുപോവാ. ജിബ് കേട്ടിട്ടുണ്ട്. ആ ഹസ്ബൻഡ് പറഞ്ഞു ജിബ് വാഹദ് ആ എന്നൊക്കെ പറഞ്ഞിട്ട്. അതന്നെ, കൊണ്ടുപോവാ അല്ലെങ്കിൽ താ എന്നതിനൊക്കെ നമ്മൾ ജീബാണ് പറയാ. ഓക്കെ, ജിബ് ജീബ് ജിബ് വാഹിദ് ഒന്നെടുക്ക്. ജിബ്ലി പറഞ്ഞാ എനിക്ക് കൊണ്ടുപോകാം അല്ലേ? ജിബിലി. ഓക്കെ, ജിബിലി എന്നാ പറയാ. ജീബിന്റെ കൂടെ ലീ എന്നാ പറയാ. ജിബിലി ആ മോയ, ഓക്കെ. ബ്രിങ് മീ വാട്ടർ. ഓക്കെ, അപ്പം ഓക്കെ. ജീബാണ്, അതൊരു വേർബാണ് ജീബ് എന്ന് പറഞ്ഞത്. ഓക്കെ, ആ ആ ആ അങ്ങനെ ഇതൊക്കെ കേട്ട് മതി പഠിക്കാൻ. നമുക്ക് ഇനി വേർബ് കഴിഞ്ഞാൽ ഇതെല്ലാം പഠിക്കും. ഓക്കെ, പക്ഷെ പെട്ടെന്ന് ഇങ്ങോട്ട് കേൾക്കണ്ട. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് തന്നാലേ ആ സമയത്ത് നിങ്ങൾക്ക് ആ കേട്ടിരുന്നു ആ ഒരു എവിടെയോ കേട്ടിട്ടുണ്ട്. ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. അതാണ് ഇപ്പൊ നമ്മളിപ്പോ ഒന്നാം പാഠം മുതൽ നമ്മൾ ഓരോ പ്രപ്പോസിഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുറെ പ്രപ്പോസിഷൻസ് ഇതിൽ നിങ്ങൾക്ക് അറിയുന്നതാ അല്ലേ. ഇപ്പൊ ആ ക്വസ്റ്റ്യൻ അതെ. വേർഡ് ആയാലും നമ്മൾ അങ്ങനെ തന്നെയാണ്, ഓരോ മോഡ്യൂൾസിലും ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ക്വസ്റ്റ്യൻ വേർഡ്സിന്റെ മോഡ്യൂൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കുറെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലത് മാത്രമായിരിക്കും പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അല്ലാതെ എല്ലാ പ്രപ്പോസിഷൻസും ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെറുത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. അതായത് അന്നിന്റെ വേറെ യൂസേജസ്, അതുപോലെ ലീയെ ബി എന്നതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ ഇവിടെ പഠിക്കാൻ വരുന്നുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇനി നെക്സ്റ്റ് അത് നമ്മൾ പഠിക്കാത്തതൊന്നാണ് എന്ത്? ലീ, ഫോർ അല്ലേ. ദിസ് ബുക്ക് ഈസ് ഫോർ യു. ഈ ബുക്ക് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നിനക്കുള്ളതാണ്. സോ ഹാദൽ കിതാബ് ലക്ക്. ലക്ക്. അത് ലീ പ്ലസ് ക്ക് എന്നത് പറയുമ്പം ലക്ക് എന്നാവും, നിനക്ക്. ഇനി പെണ്ണിനോടാണെങ്കിൽ ലക്കി അല്ലെങ്കിൽ ലിക്ക് എന്ന് പറയും. ഈ ലക്കി, ഹാദ കിതാബ് ലക്കി, ഇത് നിനക്കുള്ളതാണ്. ഓക്കെ, നീ ഹാദ ലക്ക്, ദിസ് ഇസ് ഫോർ യു എങ്ങനെ പറയണം? ഹദലക്. അപ്പം ഈ ലക്കും എന്നുള്ളത് നിങ്ങളൊരു ഫ്രേസ് പോലെ പഠിക്കായിരിക്കും നന്നാവുക. മിന്നക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ. ആ മിന്നക്ക് നമ്മൾ പഠിച്ചു ഇപ്പം, ഫ്രം ഉം. അല്ലേ, ഫ്രം യു ആ എന്നുള്ള രീതിയിൽ. അതുപോലെ ലക്ക്, ഫോർ യു അല്ലേ. ലക്കി ഫോർ യു. ആ പെണ്ണിനോടാണെങ്കിൽ ലക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. അപ്പൊ ആ ലാന്റെ കൂടെ നമുക്ക് എല്ലാം ലഹു, അവന്. ഹാദാ ലഹ്, ഇത് അവന് വേണ്ടിയിട്ടുള്ളതാണ്. ഹാദാ ലഹ, ഇത് അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ഉം. ഇനി നോക്കൂ, ഐ റോട്ട് എ മെസ്സേജ് ടു മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. സോ കെത്തബ്ത് പാസ്റ്റ് അല്ലേ. അക്തുബ് ഞാൻ അയക്കാറുണ്ട്, കെത്തബ്ത് പാസ്റ്റ്. കെത്തബ്തു റിസാല ലി സ്വദീക്കി അല്ലേ, എൻ്റെ ഫ്രണ്ടിന് ഞാനൊരു കത്തയച്ചു. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം അവിടെ? ലീ. നമ്മളെപ്പോഴും റിസാല പറയാറുണ്ട്, ലെറ്ററാ മെസ്സേജാ? ആ മെസ്സേജിനും ലെറ്ററിനൊക്കെ റിസാല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇത് മെസ്സേജ് വാട്സപ്പ് മെസ്സേജിനും ഏത് മെസ്സേജസിനും ഏത് ലെറ്റേഴ്സിനും ഒക്കെ നമ്മൾ റിസാല എന്ന് പറയാം. ഓക്കെ, സോ കത്തബ് റിസാല ലി സാഹിബി അല്ലേ, അല്ലെങ്കിൽ ലി ഉമ്മി, എൻ്റെ ഈ ഉമ്മ. ഇർസൽ ഇർസൽ എന്ന് പറയുന്ന സെൻഡ് അത് ചെയ്യാനല്ലേ? സെൻഡ് ചെയ്യൂ എന്നാണ്. ഇർസൽ റിസാല, ഇർസൽ റിസാല പറഞ്ഞാല് സെൻഡ് സെൻഡ് മെസ്സേജ് മെസ്സേജ്. എന്നാവൂലേ? ആ അതന്നെ. ഒക്കെ ഒരു റസലേന്ന് വന്നതാണ് എല്ലാ സംഭവങ്ങളും അല്ലേ. അപ്പം ഈ ലീ മനസ്സിലായോ? ലക്ക്, ലക്കി, ലക്കും എന്നുള്ള രീതിയിൽ അല്ലേ, വേണ്ടിയിട്ട്. നെക്സ്റ്റ് ബി. ബി എന്ന് പറഞ്ഞാൽ ബൈ, അതായത് യൂസിങ് അല്ലേ. ഐ റോട്ട് വിത്ത് എ പെൻ. സോ അഗെയിൻ പാസ്റ്റ് ആണ്. സോ കെത്തബ്ത്, കെത്തബ്ത് ബിൽ കലം അല്ലെ. പെൻ ഉപയോഗിച്ച് ഞാൻ എഴുതി, പേന കൊണ്ട് എഴുതി എന്നൊക്കെ പറയില്ലേ, അവിടെയൊക്കെയാണ് അല്ലേ. ഹി വെൻ ബൈ കാർ അല്ലെ, അവന് കാറിൽ പോയി. സോ വെന്റ് നിങ്ങൾ ചോദിച്ചിരുന്നു, റാഹ് റാഹ്. റാഹ് എന്നാകുമ്പോ ബിസിയാറ. റാഹ് ബി സയ്യാറ അല്ലേ, അവന് കാറിലാ പോയത്. റാഹ് ബി
സെയ്യാറ. അപ്പൊ ഫിൽ കാർ എന്നൊന്നും പറയരുത്, ഫിസ് സെയ്യാറ എന്ന് പറയരുത്. റാഹ് ഫിസ് അപ്പൊ സെയ്യാറ എന്ന് പറയരുത്. ഹി വെന്റ് ഇൻ കാർ എന്ന് പറയുന്നേക്കാളും നല്ലത് ബൈ കാർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇംഗ്ലീഷിലും പ്രൊപ്പോസിഷൻ പഠിക്കുമ്പം ബൈ കാർ, ബൈ ബസ് എന്നൊക്കെയാണ് പറയേണ്ടത് എന്ന്. അതെ. ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവിടൊക്കെ റഹ്ബി സെയ്യാറ അല്ലേ, ബിൽ He ബോസ് went by car. ബൈ കാർ, അവിടെയൊക്കെയാണ് ബി ലൈക്ക് ബിൽ ഗലവിന് ഐ റോട്ട് എ ലെറ്റർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് ആഷാൻ അല്ലേ, ആഷാൻ ബിക്കോസ്. സോ ഐ Because സ്റ്റഡി എ ലോട്ട് സോ ദാറ്റ് ഐ പാസ്. സോ എന്താണ് ഐ സ്റ്റഡി എ ലോട്ട്? أدرس كثير ആ എന്തിനാണ്? ആഷാൻ അൻജഹ്, عشان നജഹയാണ് പാസ്, വിജയം. സോ അൻജഹ് ഞാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, വിജയിക്കാൻ വേണ്ടിയിട്ട്. അദ്റുസ് കസീർ ആഷാൻ അൻജഹ് അല്ലെ, ഒരുപാട് പഠിക്കാറുണ്ട്. അപ്പം നമ്മൾ ഇത് പറയും ആഷാൻ. ഇനി നെക്സ്റ്റ് ഐ ഗോ ഏർലി ബിക്കോസ് ഐ വാണ്ട് ടു ലീവ് ഏർലി അല്ലെ, ഓഫീസിലേക്ക് ഐ ഗോ ഏർലി. സോ അറുഹ് ബദ്രി എന്തിനാണ്? ആഷാൻ അത്തുല ബദ്രി അല്ലേ, നേരത്തെ പോരാൻ വേണ്ടിയിട്ട് ഞാൻ അറുഹ് ബദ്രി. അപ്പം بدري ആഷാൻ أنا early له. ബദ്രിയാണ് നേരത്തെ. സോ അറുഹ് ബദ്രി ആഷാൻ അത്തുല ബദ്രി അല്ലേ. ഇനിയിപ്പോൾ ഐ വാണ്ട് ടു ലീവ് എന്ന് പറയണമെങ്കിൽ അബഗ അത്തുല ബദ്രി بغى അല്ലേ. ആഷാൻ അത്തുല പറഞ്ഞാല് ലീവാ. ലീവ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക, മടങ്ങുക. ഓക്കെ. ഓക്കെ, പോവാന്നുള്ളതിനും അത്തലാണെന്ന് പറയാറുണ്ട്. ഇനി നമ്മൾ അറോഹ് എന്നുള്ളതിനേക്കാളും കൂടുതൽ പോകണേനൊക്കെ നമ്മൾ അത്തലാണ് പറയണം, ഒന്നുകൂടി നല്ലത്. അറബ്സ് റൂഹിനേക്കാളും അധികം ഇത്തലാണാണ് പറയാ. ഇത്തലായ അല്ല ഇത്തലാ, പോവല്ലേ പോരെന്ന് ഓക്കെ, പറയുന്നത് അവിടുന്ന് ഇത്തലാണെന്ന് പോരാനല്ലേ. പറയാം. പോര് ആ ഒന്നുകിൽ നംഷി നമുക്ക് പോവല്ലേ, ഇംഷി നടക്കല്ലേ, അതുപോലെ ഇത്തലാണെന്നാ പറയാം, ഇത്തലാണെന്നൊക്കെ പറയാം. ഓക്കെ, റോഹ് റൂഹ് എന്ന് പറയില്ല, യാ അല്ലാ റോഹ് എന്ന് പറയുന്നേക്കാളും കൂടുതൽ പറയാം ഇത്തലാണെന്നാ പറയാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടോ. സോ നമ്മൾ ഇനി വെർബൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ റൂഹൊക്കെ ഒഴിവാക്കി എത്തലാണ് പറയാറുണ്ട്, പറയണം. ഓക്കെ, ഇനി നോക്കൂ ഐ സ്ലെപ്റ്റ് ഏർലി ബിക്കോസ് ഐ വാസ് ടയേർഡ് അല്ലേ. അപ്പം സ്ലീപ്പ് സ്ലെപ്റ്റ് എന്നാകുമ്പോൾ നുംത്ത് എന്ന് വരും, നുംത്ത് ഉറങ്ങി. നുംത്ത് ബദരി എന്താ? ബിക്കോസ് ഐ വാസ് ടയേർഡ്. عشان ആ أبغى لا ഐ أنا വാസ് تعبان. പാസ്റ്റ് ആകുമ്പം കുന്ത് വരും, كان പഠിച്ചിട്ടുണ്ടോ? കാന അവനാകുമ്പം അല്ലേ, ഹുവ കാനാണ്. അയാം എന്ന് പറയുമ്പം ഐ വാസ് ആകുമ്പം കുന്ത്. اوكي കുന്ത് തഅബാൻ, تعبان. തഅബാന. പെണ്ണാകുമ്പോൾ തഅബാന എന്ന് പറയാം, ആണാകുമ്പോൾ കുൻ തഅബാൻ എന്ന് പറയാം. ഓക്കെ, കുന്നൊക്കെ ഇത്തിരി കേക്കുള്ളൂ അല്ലെ പറയുമ്പോ. നമുക്ക് അതിന്റെ മോഡ്യൂള് വരുന്നുണ്ട് കേട്ടോ. കുന്നിൻ്റെ അടക്കെ കാനയും കുന്നയും ഒക്കെ ഉണ്ട്. കുന്തുണ്ട്, കാനയുണ്ട്, കുന്നയുണ്ട്, ഒക്കെ ഉണ്ട്. സോ ഇവിടെ ഇപ്പം ഐ എന്നുള്ളത് ഐ വാസ് എന്നത് നിങ്ങൾ കുന്ത് പഠിക്കുക. സോ നുംത് ബദ്രി ആഷാൻ കുന്ത് താബാന അല്ലേ, ഞാൻ നേരത്തെ ഉറങ്ങി ബിക്കോസ് ഇതൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പം ഒക്കെ നമ്മൾ ആഷാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആഷാൻ. അതുപോലെ വേറൊരു സംഭവം ഉണ്ട് സബബ് എന്ന് പറഞ്ഞത്, ഒക്കെ പിന്നീട് പഠിക്കും. കാരണം എന്ന രീതിയിൽ സബബ്, അപ്പൊ ഇത് റീസൺ രണ്ട് സെയിം അല്ലേ? ഒരേപോലെ ഷാൻ യൂസ് സബബ്. ചെയ്യാറുണ്ട്. ചിലപ്പം റീസൺ എന്നതിന് നമ്മൾ സബബ് എന്ന് തന്നെ പറയണം. ചില സ്ഥലത്ത് നമ്മൾ അതിന് കാരണം. ഓക്കെ, സോ ബിസ് സബബ് എന്ന രീതിയിൽ സബബ് യൂസ് ചെയ്യും. പക്ഷെ രണ്ടും ഒരേപോലെ യൂസ് ചെയ്യാം. ആഷാനാണ് സംസാരത്തിൽ അധികം യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, പക്ഷെ സബബും യൂസ് ചെയ്യും. സബബിന്റെ ഇംഗ്ലീഷ് പറയുമ്പം റീസൺ എന്നുള്ളത്, ആഷാൻ എന്ന് പറയുമ്പോൾ ബിക്കോസ്. ബിക്കോസ്. അപ്പൊ നമ്മൾ രണ്ടും ഇംഗ്ലീഷിലും രണ്ട് പോലെ യൂസ് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ അറബിയിലും യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഐ സ്റ്റഡീഡ് ഹാർഡ്. സോ ദക്കർത്ത് കസീർ. ഓക്കെ, ദക്കർത്ത് അത് ഖുറാൻ എന്ത് സ്റ്റഡി എന്ന രീതി നമ്മൾ പഠിക്കാറുണ്ട്. മക്കളോടൊക്കെ പഠിക്കുന്നില്ല, നമുക്ക് ദാക്കിർ എന്ന് പറയാം, ദാക്കിർ പഠിക്ക്. ഓക്കെ, സോ ദക്കർത്ത് കസീർ ഞാൻ കുറേ പഠിച്ചു. ആഷാൻ അൻജഹ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത് നിങ്ങൾ പറഞ്ഞ ഹെത്ത വരെ അല്ലേ. എന്താണ് ഇവിടെ നോക്കൂ, ഞങ്ങൾ ഈവനിങ് വരെ പഠിച്ചു. സോ ദറസ്ന ഞാനാണെങ്കിൽ ദറസ്ത് അല്ലേ, ദറസ്ത് ഹത്തൽ മസാ വൈകുന്നേരം വരെ ഞാൻ എന്ത് ചെയ്തു? ദറസ്ത് പഠിച്ചു. അനയാകുമ്പം ദറസ്ത് എന്ന് വരും, ഞങ്ങളാകുമ്പം ദറസ്നാന്ന് വരും. ഓക്കെ, ഈ ടെൻസിന്റെ കാര്യങ്ങൾ ഇപ്പൊ വറീഡ് ആവണ്ട, ഇപ്പൊ യൂസേജ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം ദറസ്ന ഹത്തൽ മസാ എന്താണ്? ഈവനിങ് വരെ ഞങ്ങൾ പഠിച്ചു. ഇനി നാളെ വരെ ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യാം അല്ലേ, ഐ വിൽ വെയിറ്റ് അണ്ടിൽ ടുമോറോ. സോ
ഇന്തൊളിറാണ് വെയിറ്റ് ചെയ്യുക. ബ എന്ന് വന്നത് ഫ്യൂച്ചർ ആയതുകൊണ്ടാണ്. ബൻതൊളിർ ഹത്ത ബുക്കറ അല്ലേ? ബൻതൊളിർ ഫ്യൂച്ചർ ഉള്ളതുകൊണ്ടാണ് ബ അല്ലെങ്കിൽ സ എന്ന് വരിക. സോ ബൻതൊളിർ ഹത്ത ബുക്കറ നാളെ വരെ പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. എക്സാമ്പിൾ വേണ്ട, അടുത്തത്. ഇനി അപ്പോൾ ഇപ്പോൾ പഠിച്ചല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഡൗട്ട്? ഫ്രം. സോ മിനൽ മിനസ്വബാഹ് ഹത്തൽ മസാ എന്ന് വരും. രാവിലെ മുതൽ വൈകുന്നേരം എന്റെ വരെ. വണ്ടി ഇവിടെ 6 മണി മുതൽ ഇവിടെ കിടക്കണ്ടായിരുന്നു എങ്ങനെ ആ പറയാം? ഇവിടെ കിടക്കുന്നുണ്ടാവും പറയുമ്പോൾ കിടക്കുന്ന മരങ്ങൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ, അങ്ങനെയാണോ? പാർക്ക് ചെയ്തത് 6 മണി മുതൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. എങ്ങനെ പറയും? പറഞ്ഞൊന്ന് ട്രൈ ചെയ്യും. സെയ്യാറത്തി അത് ആ അറിയാം, പക്ഷെ 6 മണി മുതൽ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ഒന്ന് കിട്ടാണ്ടിരുന്നത്. ട്രൈ ചെയ്യൂ. ഉം, ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ട് അറിയുന്ന ഉണ്ട്. പോലൊക്കെ. ഇവിടെ എത്ര മിൻ മണി വരെയെന്നൊന്നുമില്ല. കാറ് 6 മണി മിൻ മുതൽ. അതെ, മിൻ സാസിത്ത. ഓക്കെ, അത് ഓക്കെ, ആ പക്ഷെ ഉണ്ട് സോ മൗജൂദ് എന്ന് ആ പറയും. ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വഖഫ് വഖഫ വഖഫ, അത് കാറിനെ നമ്മൾ വഖഫ എന്ന് പറയാം. വഖഫ വക്ക്- അല്ലെങ്കിൽ വക്ക്- മൗഗഫ. വഖഫ് മൗഗഫ സ്റ്റോപ്പ് അല്ലേ? മൗഗഫ. പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മൗഗിഫ്. ഇപ്പൊ പാർക്കിങ്ങുകൾ കണ്ടില്ലേ? മവാഗിഫ് എന്നൊക്കെ എഴുതിയത് കണ്ടിട്ടില്ലേ? സോ നിങ്ങൾക്ക് ആ എന്ത് പറയാം? ആ, മൗഗഫ. സയ്യാറത്തി മൗഗഫ ഹിന മിനസാ. സിത്ത. എപ്പോഴാണ്? ഹംസയാണോ സിത്തയാണോ? സിത്ത. സിത്ത. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി മൗഗഫ എന്ന് പറഞ്ഞാൽ മതി. മൗഗഫ്. മൗഗഫ്. സയ്യാറ ഫെമിനൈൻ ആയതുകൊണ്ട് മൗഗഫ എന്ന് പറയുന്നത്, മൗഗഫത്ത് എന്നുള്ള രീതിയിൽ. ഓക്കെ. ഉം, ഉം. പാർക്കിങ്ങിന് എന്താ പറയാ? മവാഗിഫ. മവാഗിഫ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാറ് സ്റ്റോപ്പ് മൗഗിഫ് എന്ന് പറയും. മവാഗിഫ് അതിൻ്റെ പ്ലൂരല്. ഓക്കെ, ഓക്കെ. മനസ്സിലായോ? ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? സ്റ്റോപ്പ്. വഖഫ്. വഖിഫ്. വഖഫ്. അപ്പൊ ഇപ്പൊ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ മൗഗഫ എന്ന് പറയാം. ആ ആ, ഓക്കെ, ഓക്കെ. കാരണം സെയ്യാറ ഫെമിനൈൻ ആയതുകൊണ്ടാണ് മൗഗഫ എന്ന് പറയുന്നത്. ആ, ഓക്കെ. ഓക്കെ ഓക്കെ. മൗഗിഫ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. മൗഗഫ എന്ന് പറഞ്ഞാൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ പിന്നെ സയ്യാറത്തി മൗഗഫ ഹിന മിൻ സാ. മിൻ സാസിത്ത. ഓക്കെ, ഓക്കെ, തമാം. അപ്പോൾ പഠിച്ചാൽ മതി. ഉം. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തു. സോ അന അഷ്തഗിൽ മിന സുബഹ് ഹത്തൽ തമാം. മസ മസാ. അല്ലേ? അപ്പോൾ അവിടേക്ക് നമ്മൾ എന്താ യൂസ് ചെയ്യുക? മിന്നും ഹെത്തയുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ വരെ എന്നുള്ളത്. ഇനി നോക്കൂ, അപ്പം ഹെത്ത എന്ന് പഠിച്ചു. ഇനി ടിൽ നൗ ഇതുവരെ. ഹെത്തൽ ആൻ എന്ന് പറയും. ഹത്തൽ ആൻ. ഞാൻ ഇതുവരെ ഓക്കെ ഓക്കെ. ബിസി അപ്പൊ 6 ആയിരുന്നു. മണി മുതൽ ഇവിടെ വരെ പറഞ്ഞാല് മിൻ സാസിത്ത ഹത്തൽ ആൻ എന്ന് ഹെത്തൽ ആൻ പറയണം. ഇതുവരെ. അതാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഇതുവരെ എന്നുള്ളതാണ് വേണ്ടിയിരുന്നത് അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി ഹെത്ത ഇപ്പം നമ്മൾ പറയില്ല ഞാൻ ഇതുവരെ വർക്ക് ചെയ്യായിരുന്നു, അല്ലെ ഞാൻ ഇതുവരെ ബിസി ആയിരുന്നു. എങ്ങനെ പറയും? ബിസി അന ആയിരുന്നു. മഷ്ഗൂല എന്താണ്? ഹെത്തൽ ആൻ ഉസ്താദ്. ആ അല്ലേ? അന ആ, മഷ്ഗൂല ഓക്കെ. ഹെത്തൽ ആൻ. ഞാൻ ഇതുവരെ എന്തായിരുന്നു? ബിസി ആയിരുന്നു. സോ ഹെത്തൽ ആൻ ആണ് ഇതുവരെ എന്നുള്ളത്. ഇനി വേറെ ഈ ഹെത്തയുടെ കൂടെ കുറെ ഹെത്ത അത. ശരിക്കും ഈ ഹത്ത അണ്ടിൽ എന്നുള്ള ഈ ഹത്തക്ക് ആ മറ്റേ ഹാല വരാ? ഇത് ഈ കെട്ടുള്ള ഹാലല്ല? ഇപ്പൊ എന്താ ഇത് എഴുതാൻ കാരണം? ഹെത്ത അത് തെറ്റിപ്പോയതാ. മറ്റേ ഹാ ആണ് വരിക. എല്ലായിടത്തും മറ്റേ തന്നെ ഹാ എഴുതിയത്. ആണ് വരുന്നത്. ഇനി എഴുതുമ്പോ ഇതാണ് പറയില്ല, ഹെത്ത എന്ന് നമ്മൾ പറയാം. അവിടെ ഹെത്ത എന്നാണല്ലോ ഞാൻ എഴുതിയത്. പഠിച്ചുള്ളത് ഹത്ത ഈ അവിടെ ഈ കെട്ടുള്ളതല്ല. ഇനിയിപ്പം എന്താന്നറിയില്ല, ഇനി ഞാൻ നോക്കട്ടെ കേട്ടോ. ഇനി ഓക്കെ. ഹത്തൽ ആൻ എന്താണ്? ഇത് വരെ. ഇനി അണ്ടിൽ നൗ. ഇനി എന്താണ്? നാളെ വരെ. ഹെത്ത അദൻ എന്ന് പറയും. ഹെത്ത ബുക്കറയാണ് നാളെ വരെ. ഓക്കെ, ഹെത്ത ബുക്കറ. ഹെത്ത അദൻ എന്ന് പറയുമ്പോഴോ അത എന്താണ്? അത് ഉം അത് നാളെ തന്നെയാണോ? ഹെത്ത അദൻ നാളെ വരെ. ഓക്കെ, അണ്ടിൽ ടുമോറോ. രണ്ടും അത എന്നും പറയാം, ബുക്കറ എന്നും പറയാം. ഓക്കെ, ഗദൻ ഗദൻ എന്നും പറയാം. ഇനി അവൻ വരുന്നത് വരെ. ഹെത്ത എത്തി. പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളിപ്പോൾ പഠിക്കണ്ട. ഹെത്തൽ മസ എന്താണ്?
until evening, till ഈവനിങ്. evening. അപ്പം ഈ ഹെത്തയുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചേർക്കാം? ഇപ്പോ നാളെ വൈകുന്നേരം വരെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? Mm. ഹെത്ത എന്നുള്ളതിന്റെ കൂടെ ചേർക്കാം. Okay. ഓക്കെ, Mm. സോ അത്രയാണ് നമ്മളെ Mm. പ്രിപ്പോസിഷൻസ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക, ആക്ടിവിറ്റി ചെയ്ത് അയക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. Mm.